യൂട്യൂബർ തൊപ്പി എന്ന മുഹമ്മദ് നിഹാദിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സുഹൃത്തുക്കൾ. നിഹാദിന്റെ എം.ആർ.എസ് ഗ്യാങ്ങിൽ ഒപ്പമുണ്ടായിരുന്ന മമ്മു എന്നറിയപ്പെടുന്ന മുഹമ്മദും ഷമീറുമാണ് ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. തൊപ്പിയുടെ അടിവസ്ത്രങ്ങൾ വരെ തങ്ങൾ അലക്കി, തൊപ്പി പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ മർദ്ദിക്കുമെന്നും ഇരുവരും വെളിപ്പെടുത്തി. ക്യാമറയിൽ കാണാത്ത ഒരു രൂപവും സ്വഭാവവും അവനുണ്ട്. അത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അറിയൂ. അടിമകളെ പോലെയാണ് കാണുന്നത്. ലൈവ് തീർന്നു കഴിഞ്ഞാൽ പച്ചത്തെറി വിളിക്കുക, മുഖത്ത് കാലുകൊണ്ട് ചവിട്ടും. ശാരീരിക ഉപദ്രവങ്ങളും തൊപ്പിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടതായി മുഹമ്മദും ഷമീറും പറഞ്ഞിരുന്നു. 2.5 വർഷക്കാലം തൊപ്പിയുടെ കൂടെ ജോലി ചെയ്തിട്ട് 1 രൂപ പോലും ശമ്പളമായി നൽകിയിരുന്നില്ല. കേട്ടാൽ ആർക്കും അറപ്പ് തോന്നുന്ന തരത്തിലുള്ള ജോലികൾ തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. തൊപ്പിയുടെയും റാംബോയുടെയും അടിവസ്ത്രങ്ങൾ വരെ അലക്കേണ്ടി വന്നു. ചെയ്തില്ലെങ്കിൽ മുഖത്ത് അടി വീഴും. അന്ന് പൈസയോ ചായയോ തരില്ല. എല്ലാം ഫേക്കാണ്. ആരെങ്കിലും 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറയ്ക്ക് മുമ്പിൽ മാത്രമാണ്. അതിൽ നിന്ന് 10 രൂപയുടെ നല്ലവൻ ഇമേജ് ഉണ്ടാക്കണമെങ്കിൽ മാത്രമേ അത് അവൻ ചെയ്യുകയുള്ളൂ. നമ്മൾ അവിടത്തേക്ക് നായ്ക്കളാണ് എന്ന് ഇരുവരും ചേർന്ന് പുറത്തുവിട്ട വീഡിയോയിൽ ചോദിച്ചിരുന്നു.